നന്ദിനി എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. പുറത്തേക്കിറങ്ങ്. ഇറങ്ങിയില്ല. ഞാൻ പറഞ്ഞു എല്ലാം അറിഞ്ഞിട്ടാണ് വരുന്നത്. ആശി ഉണ്ട് റൂമില്, ഇറക്കി വിട്. ഏതാശി എന്താശി? നിന്റെ ആശി എന്താ ഇവിടെ? ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, സോഷ്യൽ മീഡിയ തുറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2 പേരുകളാണ് കേൾക്കുന്നത്. ഒന്ന് ആഷി, ഒന്ന് ജാസി. അപ്പോൾ ആരാണ് ഈ ആഷി, ആരാണ് ജാസി എന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് തപ്പിയപ്പോഴാണ് കണ്ടത്. ജാസി എന്ന് പറയുന്നത് പണ്ട് മുതലേ ടിക്ടോക്കിലെല്ലാം ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്ട് വരുന്ന ഒരു ചങ്ങായിയാണ്. ആ ചങ്ങായിക്ക് മനസ്സിലാവുകയാണ് അയാളുടെ ഉള്ളിൽ ഒരു പെൺകുട്ടി ഉറങ്ങിക്കിടപ്പുണ്ടെന്ന്. അങ്ങനെ ആ പെൺകുട്ടീനെ പതിയെ തട്ടി വിളിച്ചെണീപ്പിച്ച് ഒരു പെൺകുട്ടിയായിട്ട് ഇപ്പം മാറിയിരിക്കുന്ന ഒരാളാണ് ജാസി. അപ്പോൾ ഈ ജാസീൻ്റെ ഇപ്പോഴത്തെ പാർട്ട്ണറുടെ പേരാണ് ആഷി. അപ്പോൾ കഥ മനസ്സിലായല്ലോ. ആഷി, ജാസി 2 പേർ. ഓക്കെ, ഇവർ 2 പേരും ഇങ്ങനെ പാർട്ട്ണറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആരോ ഒരാൾ പറഞ്ഞു, ഈ പറയുന്ന ആഷി എന്ന് പറയുന്ന ആളെ ജാസി എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയായിട്ടുള്ള ആൺകുട്ടി തടവിൽ വെച്ചിരിക്കുകയാണ്, അതായത് പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് എന്നുള്ള ഒരു കഥ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അറിയാലോ, സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഫോളോവേഴ്സും കുറച്ച് വ്യൂസൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും നാട്ടുകാർ മൊത്തം പ്രതീക്ഷിക്കുന്നത് ഇവരുടെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി ഒരുപാട് ചാനലുകാർ വന്നു. അങ്ങനെ പല ഇൻ്റർവ്യൂകളും ഈ ജാസി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജാസിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ജാസി ഒരു പുതിയൊരു പേരും കൂടെ പറയുകയാണ്, അതായത് നന്ദിനി റെഡ്ഡി. ഈ നന്ദിനീനെ ഞാൻ അടിക്കും, ഇടിക്കും, തൊഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡയലോഗ് അടിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ജാസിയുടെയും ആഷിയുടെയും ഈ മ്യൂച്വൽ ഫ്രണ്ട് ആയിട്ടുള്ള നന്ദിനി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഇവർക്കെതിരെ എന്തോ പരിപാടി ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആ ഗ്യാപ്പ് കൊടുത്തില്ല. അതിന് മുമ്പ് തന്നെ നന്ദിനി റെഡ്ഡി എന്ത് ചെയ്തു, ഈ ജാസി, നമ്മുടെ ജാസീൻ്റെ ഇപ്പോഴത്തെ പാർട്ട്ണറായിട്ടുള്ള അതിൻ്റെ ഉമ്മേനെ വിളിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് അങ്ങോട്ട് പുറത്തു വിട്ടു. അതായത് സ്വന്തം പാർട്ട്ണറുടെ ഉമ്മേനെ വിളിച്ചിട്ട് എന്ന ഒരു വോയിസ് ക്ലിപ്പ്. അപ്പോൾ ആ വോയിസ് ക്ലിപ്പ് ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. വേറെ പിറ്റിട്ടില്ല, അവരെ പുറത്ത് വിളിക്കുക, അല്ലെങ്കിൽ അവർ കുറച്ച് പിള്ളേരുണ്ടല്ലോ, കുഞ്ഞു പിള്ളേർ, അവരെ പോയിട്ട് വിളിക്കൊണ്ടിട്ട് എന്നെ കൊണ്ടു വിളിക്കുക. ഞാൻ കൊണ്ടായിട്ടല്ല ജീവിക്കുന്നത്, മനസ്സിലായ? സൂക്ഷിച്ച് സംസാരിച്ചെങ്കിൽ പോലീസ് കേസ് അങ്ങോട്ട് വരും. നിങ്ങൾക്ക് നല്ല ഈമാൻ ഇസ്ലാം ഉണ്ടല്ലോ, അത് നിങ്ങൾ രണ്ടാമത്തെ മോന്റെ വൈഫോളോ വീട്ടിൽ പോയിരുന്നത് അല്ലേ? കുറച്ച് ദിവസം നിങ്ങൾ ഇബ്രോണ്ടോ നിങ്ങളെ കുഞ്ഞോണ്ട് തന്നെയാണ് നിങ്ങൾ സ്വഭാവം ആയി പോയത്. നിങ്ങൾ മരിക്കേണ്ടി വന്നത്, മനസ്സിലായ? ആദ്യം മനസ്സിലായ ഇല്ലെങ്കിൽ നല്ലൊരു സ്ത്രീയായിട്ട് ജീവിക്കാൻ നോക്ക്. മരിച്ചു പോകാൻ തടിയില്ലെങ്കിൽ അല്ലേ ഈ കിബറും കിന്നായും പറഞ്ഞിട്ട് രണ്ടാമത്തെ മോളെ നിങ്ങൾ അകറ്റി നിർത്തിയിട്ട് എന്തൊക്കെ കോലാഹലം ഉണ്ടാക്കി. അപ്പോൾ ഇതാണ് സംഭവം. അതായത് സ്വന്തം പാർട്ട്ണറായിട്ടുള്ള ആഷിയുടെ ഉമ്മേനെ ജാസി വിളിച്ച് ചീത്ത പറയുകയാണ്. ഇതിൽ ചീത്ത എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു ഈ ആഷിയുടെ ഉമ്മ, അറിയാലോ ജാസി എന്ന് പറയുന്നത് ഒരു ട്രാൻസ് വുമണാണ്. അപ്പോൾ സ്വന്തം മകനെ ഒരു ട്രാൻസ് വുമൺ കല്യാണം കഴിക്കുന്നതിന് ഏതൊരു ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും ചിലപ്പോൾ ഒന്ന് എതിർത്തെന്നൊക്കെ ഇരിക്കും. അപ്പോൾ ആ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷം ജാസി ഈ ഉമ്മേനെ വിളിച്ചിട്ട് പറയുന്നതാണ് ഈ ഒരു വോയിസ് ക്ലിപ്പ് എന്നുള്ളത്. അപ്പം ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള ഈ നന്ദിനി റെഡ്ഡി ആരാണ് എന്നുള്ളത് ഇങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴാണ് ഈ നന്ദിനി റെഡ്ഡി എന്ന് പറയുന്നത് ഈ ജാസിൻ്റെ ഇപ്പോഴത്തെ പാർട്ട്ണറില്ലേ, പാർട്ട്ണറായിട്ടുള്ള ആഷിയുടെ മുൻകാല കാമുകിയാണ് ഈ പറയുന്ന നന്ദിനി എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. അപ്പം ഈ പറയുന്ന ആഷിയും നന്ദിനിയും തമ്മിൽ പണ്ട് റിലേഷൻഷിപ്പിലായിരുന്നു. ആ സമയത്ത് ഈ പറയുന്ന ജാസി ഇവരെ പൊക്കുകയും അതിനുശേഷം ഇവർ 3 പേരും പിരിയുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം പണ്ട് ആഷിഖിനെ നന്ദിനീൻ്റെ കൂടെ പിടിച്ചു കഴിഞ്ഞപ്പം, അതായത് ഒരു വീട്ടിൽ നിന്ന് ഒറ്റ പൊക്കി ഈ പറയുന്ന ജാസി, അങ്ങനെ പൊക്കി കഴിഞ്ഞപ്പം ഈ ജാസി ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലൈവ് നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം, ഇതൊന്നും വലിയൊരു സംഭവമായിട്ട് എടുക്കേണ്ട ഒരു കഥയൊന്നും അല്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഇങ്ങനെ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഇതിൻ്റെ പുറകെ പോയിട്ട് വെറുതെ സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഇങ്ങനെ കത്തിക്കയറി നിൽക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് മാത്രം നിങ്ങൾ അറിയാതെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഈ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആഷിഖിനെ നന്ദിനിയുടെ റൂമിൽ നിന്നും പിടിച്ച സമയത്ത് നമ്മുടെ ജാസി ഇട്ടിട്ടുള്ള ഒരു ലൈവ് ഉണ്ട്. അത് പഴയ വീഡിയോ ആണ്. അപ്പം അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു. ഒരു ഹെൽപ്പ് ചെയ്യോ? എനിക്ക് വേണ്ടപ്പെട്ടൊരു ആൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ എന്നെ കണ്ട ഡോർ ഓപ്പൺ ചെയ്യില്ല. ഒന്ന് ജസ്റ്റ് ബെല്ലടിച്ചോ, ഫ്രണ്ടിൽ നിൽക്കുമോ? ഡോർ തുറന്ന ആൾക്കാർ അവിടെ ഉണ്ടല്ലോ, ചോദിക്ക് ആരാ ഡോർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഡോർ തുറന്നു, എന്നെ കാണിച്ചു കൊടുത്തു. ഡെലിവറി സർവീസ് പോയപ്പോൾ സ്പോട്ടിൽ ഡോർ ക്ലോസ്. ഞാൻ കാല് വെച്ചു ഡോറിന്റെ അവിടെ, ഷൂ വെച്ചു കാലിലവിടെ. എന്നിട്ട് ഞാൻ പറഞ്ഞു, നന്ദിനി സോറി, വിളിക്ക്, ഫോണിലേക്ക് വിളിക്ക്, ഞാൻ വീണ്ടും അടുത്തുണ്ട്.
വിളിച്ചില്ല. കുറെ വിളിച്ചു. അവസാനം വിളിച്ചു പറഞ്ഞു, എന്താണ് നീ എൻ്റെ വീടിൻ്റെ അടുത്ത്, എനിക്ക് നിന്നെ കാണണം, പുറത്ത് വരാൻ വേണ്ടി പറഞ്ഞു. ഇല്ല, ഇപ്പൊ വരാൻ പറ്റില്ല, ഞാൻ കുളിക്കുകയാണെന്ന് പറഞ്ഞു. നന്ദിനി എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. പുറത്തേക്ക് ഇറങ്ങ്. ഇറങ്ങിയില്ല. ഞാൻ പറഞ്ഞു, എല്ലാം അറിഞ്ഞിട്ടാണ് വരുന്നത്, ആശി ഉണ്ട് റൂമില്, ഇറക്കി വിട്. ഏതാശി? എന്താശി? നിന്റെ ആശി എന്താ ഇവിടെ? ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, നിന്റെ കളി മതിയാക്ക്, ഇനി നീ കളിക്കണ്ട, ദൈവം എന്റെ കൂടെയാണ്, ഇറക്കി വിട്. അതെ, ഞാൻ വിളിച്ചാണ് ആശി വന്നത്, എന്താ കാരണം? അല്ല, അതിന് മുമ്പേ ആശി എന്നെ വിളിച്ചു, ജാസി നീ എവിടെയുള്ളത്? ഞാൻ നന്ദി ഈ പെൺകുട്ടി എടുത്തുണ്ട് എന്ന് പറഞ്ഞു. നീ അവിടെ പോയത്? ഞാൻ പറഞ്ഞു, നീ ഇവിടെ ഉള്ളത് എനിക്കറിയാം, ഞാൻ ഇക്കാനെ വീട്ടിലാണ്, നീ ഒന്നുകൂടി ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നത്, അല്ലെ ഞാൻ ഇപ്പൊ തന്നെ ഞാൻ കേൾക്കാണ്ടിരിക്കുള്ളൂ. ഇപ്പൊ നീ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു കാര്യം പറഞ്ഞ് ഞാൻ പൊക്കോളാം, അല്ലെങ്കിൽ സീനാക്കും ഞാൻ പറഞ്ഞാൽ ഞാൻ സീനാക്കും, ഇറങ്ങിക്കോ. കട്ട് ചെയ്തു. വീണ്ടും ഞാൻ വിളിച്ചു ആശ ഫോണിലേക്ക്, നീ ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ? ആ കുട്ടി ഏട്ടനുണ്ട് ഇവിടെ, അത് ഞാൻ അന്നിന്റെ ഞാൻ ആ പെൺകുട്ടിയുടെ അടുത്ത് തന്നെ ഉള്ളത്. ആ കുട്ടി ഏട്ടനുണ്ട് ഇവിടെ, അയാൾ പോയിട്ട് തന്നെ ഇറങ്ങാം. ഞാൻ ഒരു ഏട്ടന് പോയിട്ട് നീ ഇറങ്ങില്ല, ഇപ്പൊ ഇറങ്ങ്, ഈ നിമിഷം നീ ഇറങ്ങുന്ന് പറഞ്ഞു. ഇറങ്ങിയില്ല. ഫോൺ കട്ട് ചെയ്തു. പിന്നെ ഫോൺ റിങ് ചെയ്തിട്ട് എടുക്കുന്നില്ല. വിത്ത് തെളിവ് എന്റെ കയ്യിലുണ്ട്. അവനെ വിളിച്ച സംഭവങ്ങളും എല്ലാം, ആ പെൺകുട്ടിനെ വിളിച്ച സംഭവങ്ങളും എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്, വിത്ത് പ്രൂഫ് അടക്കം. എന്നിട്ട് ബാക്കി നടന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഞാന് ഈ ഡോർ തുറന്ന ഇങ്ങനെ എനിക്ക് തോന്നുന്നു അത് ഒരു ഫാമിലി റൂമാണോ അതോ ഇനി എന്താ പറയാ ഇങ്ങനെ ഷെയറിംഗ് റൂം ആണോ എന്ന് എനിക്ക് അറിയില്ല. അപ്പുറത്തെ ഈ റൂമിലത്തെ ഒരു ആണുണ്ടായിരുന്നു, ഒരു പെണ്ണുണ്ടായിരുന്നു അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ശാപം നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഡോർ തുറക്ക് എന്ന് പറഞ്ഞാൽ ഡോർ തുറക്ക്. അപ്പൊ അയാൾ പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യാനോ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് ഹിന്ദിയിലാട്ടാ പറഞ്ഞത്. അയാള് ഹിന്ദിയിലാ പറഞ്ഞ, മേ ക്യാ കരേഗ ഓ കുച്ച് കരത്തെ മേ ക്യാ കരേഗ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവിടെ റൂം ഏതാ? കാണിച്ചെന്നു. റൂം നോക്കി, റൂം ലോക്കാണ്. മുട്ടി, തുറന്നില്ല. വീണ്ടും മുട്ടി, തുറക്കാന്ന് ഉള്ളിന്ന് ശബ്ദം. ആരത്? ആശയുടേത്. ബോധ്യപ്പെട്ടല്ലോ ആശ അവിടെ ഉണ്ടെന്നുള്ളത്. പിന്നെ തുറന്ന പാടനെ ഇങ്ങനെ കീ തുറന്നിട്ട് ഇങ്ങനെ മീൻസ് കീ ഇങ്ങനെ തുറക്കുമല്ലോ, ആ തുറക്കുന്ന സമയത്ത് ഞാൻ ഡോർ പിടിച്ച് ഉന്തിട്ട് അങ്ങോട്ട് കയറിയപ്പോ ഈ പറയുന്ന പെൺകുട്ടി ബെഡിലിരിക്കുകയാണ് വിത്ത് ഷോർട്സ്. എന്നെ കണ്ടതും ആശയുടെ മുഖം ആകെ ഇതായി. ഒരിക്കലും അവർ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ അവരെ കാണാൻ വേണ്ടി അവിടെ വരും എന്നുള്ളത്. ഒരിക്കലും അവർ പ്രതീക്ഷിക്കുന്നേ ഇല്ല. ഭയങ്കര എന്താ പറയുക, ഒരു സിനിമ സ്റ്റൈൽ എന്നൊക്കെ പറയില്ല, അത്ര സംഭവം ഒരു കാര്യമായിരുന്നു അത്. എന്റെ ലൈഫിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം. കാരണം എന്റെ ലൈഫ് ഇനി തകരാൻ പാടില്ല. അതിന് എനിക്ക് വ്യക്തമായ ഒരു പ്രൂഫ് വേണമായിരുന്നു, തുറക്കുന്നു. ഞാൻ പറഞ്ഞു, നായിന്റെ മോനെ, എന്റെ ലൈഫ് വെച്ചിട്ടാണ് നീ കളിച്ചതെന്ന്. കൊടുത്തവരെ കരണം നോക്കിയൊരു പൊട്ടിക്കല്. അന്നത്തെ ലൈവില് നമ്മുടെ ജാസി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതേ ആശീനെയാണ് ഇപ്പം ഈ പറയുന്ന ജാസി കൂടെ കൂട്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അവരുടേതായിട്ടുള്ള ഒരു യൂണിവേഴ്സാണ്. ഇതിൽ നമ്മൾ കയറി അഭിപ്രായം പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന ജാസി അന്ന് ഇതേ പറയുന്ന നന്ദിനിനെയും ആഷീനെയും കയ്യോടെ അവിടുന്ന് റൂമിൽ നിന്ന് പൊക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന ആഷീനെയും ഇപ്പം കൂടെ കൊണ്ടുപോയി നടക്കുകയാണ് നമ്മുടെ ജാസി. നമ്മളെ പ്യുവർ സ്നേഹമായിരിക്കും. അന്ന് ആഷീനെയും ഈ പറയുന്ന നന്ദിനിനെയും ആ റൂമിൽ നിന്ന് പൊക്കിയിട്ടും ഈ ജാസി ഇപ്പോഴും സ്വന്തം പാർട്ട്ണറായിട്ടുള്ള ആഷീനെ ഇങ്ങനെ സ്വന്തമായി കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ജാസിക്ക് എത്രത്തോളം സ്നേഹം ആ പാവം ആഷീനോട് ഉണ്ടാകും അല്ലേ? എന്തൊരു സ്നേഹമാണ് ഈ ജാസിക്ക് ആഷീനോട്. പാവം ആഷയാണെങ്കിൽ ഈ പറയുന്ന ജാസിൻ്റെ നിന്നുള്ള ഇടിയും അടിയും തൊഴിയും എല്ലാം കൊണ്ട് എങ്ങനെയല്ലോ കഷ്ടപ്പെട്ട് അടിമ പോലെ ജീവിച്ച് പോവുകയാണെന്ന് തോന്നും. എന്തായാലും ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടേതായിട്ടുള്ള ഒരു ലോകമാണ്. ആ ലോകത്തിലേക്ക് പുറത്തുനിന്ന് ആർക്കും ഒരു എൻട്രി ഇല്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വെളുത്തരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വീഡിയോസ് വരുന്ന സമയത്ത് നമ്മളെടുത്ത് വെറുതെ ഒന്ന് റിയാക്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സംഭവം. ഈ പറയുന്ന ആഷിയും ഈ പറയുന്ന നന്ദിനിയൊക്കെ ആയിട്ട് പണ്ട് ഭയങ്കര കമ്പനിയായിരുന്നു. പിന്നെ ജാസീൻ്റെ ആഷീനെ നന്ദിനി വളച്ചെടുത്ത് അവിടുന്ന് വീണ്ടും തിരിച്ചെടുത്ത് ജാസി ഇപ്പോൾ കൂട്ടത്തിൽ നിർത്തി ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ.
വേറെ ഒന്നും ചർച്ച ചെയ്യാനില്ല. ശോ, എന്താ കഥ. അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ജാസീനെ കുറിച്ചും ആഷിനെ കുറിച്ചും ഉള്ള അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ.